ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗത്തിലെ 13-14 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രഃ കരുണ ഏവച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖസുഖഃ ക്ഷമി സന്തുഷ്ടഃ സതതം യോഗി യദാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോബുദ്ധിഃ യോ മദ്ഭക്തഃ സമേ പ്രിയഃ. സർവഭൂതാനാം അദ്വേഷ്ട, സർവജീവികളോടും ദ്വേഷരഹിതനും, അതായത് ലോകത്തിലെ ഒരു ജീവിയെയും വെറുക്കാത്തവനും. മൈത്രഃ കരുണഃ ഏവച, മൈത്രിയും കരുണയുള്ളവനും. നിർമ്മമഃ നിരഹങ്കാരഃ, മമതയും അഹന്തയുമില്ലാത്തവനും. സമദുഃഖസുഖഃ, സുഖദുഃഖങ്ങളിൽ തുല്യഭാവമുള്ളവനും. ക്ഷമി, ക്ഷമാശീലനും. സതതം സന്തുഷ്ടഃ, സദാ സന്തുഷ്ടനും. യോഗി, ഏകാഗ്രചിത്തനും. യഥാത്മാ, ആത്മനിയന്ത്രണമുള്ളവനും. ദൃഢനിശ്ചയഃ, നിശ്ചയദാർഢ്യമുള്ളവനും. മയ്യർപ്പിത മനോബുദ്ധിഃ, മനോബുദ്ധികളെ എന്നിൽ അർപ്പിച്ചവനുമായ. മദ്ഭക്തഃ യഃ, എൻ്റെ ഭക്തൻ ആരാണോ. സഹ മേ പ്രിയഃ, അവൻ എനിക്ക് പ്രിയനാകുന്നു. ലോകത്ത് ഒരു ജീവിയെയും വെറുക്കാത്തവനും, കണ്ടുമുട്ടിയാൽ എല്ലാ ജീവികളോടും സ്നേഹഭാവത്തിൽ വർത്തിക്കുന്നവനും, ക്ലേശിക്കുന്ന ആരിലും കാരുണ്യം തന്നെ ചൊരിയുന്നവനും, ആ ലോകത്ത് തൻ്റെ ദേഹമുൾപ്പെടെ ഒന്നിലും തൻ്റേതെന്ന ഭാവം പുലർത്താത്തവനും, ഞാനെന്ന ഭാവം വെടിഞ്ഞവനും, സുഖത്തിലും ദുഃഖത്തിലും സമനില പുലർത്തുന്നവനും, എന്തും സഹിക്കാൻ കഴിയുന്നവനും, ചുറ്റുപാടുകൾ എന്തുതന്നെയായാലും സദാ സന്തോഷത്തോടു കൂടിയവനും, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി എപ്പോഴും ആത്മാനുഭവത്തിൽ വർത്തിക്കുന്നവനും, ലക്ഷ്യത്തിൽ നിന്ന് അണുപോലും ചലിക്കാത്തവനും, മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനും, എന്തിനും എന്നെ തന്നെ ആശ്രയിക്കുന്നവനുമായി ആരുണ്ടോ അവൻ എനിക്കിഷ്ടപ്പെട്ടവനാണ്. സ്ഥിതപ്രജ്ഞൻ, പ്രിയഭക്തൻ, ഗുണാതീതൻ, ജീവൻ മുക്തൻ, അതിവർണാശ്രമി, യോഗാരൂഢൻ എന്നീ പേരുകളെല്ലാം ഒന്നിൻ്റെ തന്നെ പര്യായ പദങ്ങളാണ്. സർവത്ര ഒരേ സത്യത്തെ തന്നെ സദാ കണ്ടനുഭവിക്കുന്നയാളാണ് പ്രിയഭക്തൻ. അദ്ദേഹത്തിന് ഈ ലോകത്ത് ഒരു ജീവിയോടും വെറുപ്പില്ല. എല്ലാവരിലും എല്ലാറ്റിലും ഈശ്വര സാന്നിധ്യം ദർശിക്കുന്നയാൾ ആരെ എന്തിനു വെറുക്കണം? വെറുപ്പില്ല എന്ന് വെച്ച് വെറും ഉദാസീനനാകുന്നുമില്ല, വെറുപ്പില്ല എന്ന് വെച്ച് ഉദാസീനനുമല്ല. കണ്ടുമുട്ടിയാൽ ആരോടും അദ്ദേഹം സ്നേഹഭാവത്തിൽ പെരുമാറും. മഹാഭക്തന്മാരുടെ ഈശ്വരീയ സ്നേഹം വന്യമൃഗങ്ങളെ പോലും വശത്താക്കാൻ പോന്നതാണെന്ന് പ്രസിദ്ധമാണ്. ഈ സ്നേഹം ക്ലേശമനുഭവിക്കുന്നവരിൽ കാരുണ്യരൂപം കൈക്കൊണ്ട് പ്രകടമാകും. കാരുണ്യം കാണിക്കുന്നു എന്ന് വെച്ച് എൻ്റേത് എന്ന മമതാ ബുദ്ധി ഒരിക്കലും സത്യദർശിക്ക് ഉണ്ടാകുന്നതല്ല. സർവത്ര ഈശ്വരബുദ്ധിയാണെങ്കിൽ പിന്നെ എൻ്റേതെന്ന ബുദ്ധിക്ക് പ്രസക്തിയില്ലല്ലോ. മമതയില്ലെങ്കിലും ഞാൻ ഇവനെ സഹായിച്ചു എന്നിത്യാദി രൂപത്തിൽ ഞാനെന്ന ഭാവം വന്നുകൂടെ എന്നുള്ള സംശയം വരാം. മഹാഭക്തന് ആ ഭാവം ഒരിക്കലും ഉണ്ടാവുകയില്ല. അഹങ്കാരത്തെ പാടെ മാറ്റി നിർത്തിയിട്ടാണ് സർവത്ര സത്യബുദ്ധി കൈവരിച്ചത്. അപ്പോൾ ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സുഖിക്കുന്നു എന്ന ചിന്ത പോലും ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. സുഖദുഃഖാനുഭവങ്ങളിൽ പോലും സമനില നഷ്ടപ്പെടാത്തയാളാണ് യഥാർത്ഥ ഭക്തൻ. ദുഃഖത്തിലും ലേശവും ഇളക്കമുണ്ടാകുന്നില്ല. അദ്ദേഹം മരണമുൾപ്പെടെ ഏത് ദുഃഖത്തെയും സമനിലയിൽ നേരിടാൻ കഴിവുള്ളയാളാണ്. സദാ അദ്ദേഹത്തിന് സന്തോഷമേയുള്ളൂ. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് വെച്ചാൽ സദാ മനസ്സിനെ അന്തർമുഖമാക്കി ആനന്ദരൂപമായ ആത്മാവിനെ അനുഭവിക്കുന്നത് കൊണ്ട് സാധിക്കുന്നതാണ്. ഈ ലക്ഷ്യത്തിൽ നിന്ന് പ്രിയഭക്തൻ ഒരിക്കലും ചലിച്ചു പോകുന്നില്ല. സമാധിവേളയിൽ ഇത് സാധിച്ചേക്കാം. വ്യവഹാരവേളയിലാണെങ്കിൽ എപ്പോഴായാലും ഏത് സമയത്തായാലും ഭക്തൻ മനസ്സും ബുദ്ധിയും ആത്മനിഷ്ഠമാക്കി ഉറപ്പിച്ചയാളാണ്. പുറമെ പലതായി കാണുന്ന നാമരൂപങ്ങളിലെല്ലാം
ആത്മാവിനെ തന്നെ ദർശിക്കുകയാണ് മനസ്സിനെ ആത്മനിഷ്ഠമാക്കൽ. തത്ഫലമായി ഉള്ളിൽ ആത്മാനന്ദം അനുഭവിക്കുന്നതാണ് ബുദ്ധിയെ ആത്മനിഷ്ഠമാക്കൽ. മനസ്സ് പലത് കണ്ടാലാണ് ബുദ്ധി കുഴപ്പത്തിലാകുന്നുള്ളൂ. ഒരു മഹാഭക്തൻ വ്യവഹാരവേളയിലെ ശാരീരിക ആവശ്യങ്ങൾക്ക് പോലും മനസ്സ ഭഗവാനെയല്ലാതെ മറ്റാരെയും ആശ്രയിക്കുന്നില്ല. ശരീരത്തെ നിലനിർത്താൻ സഹായികളാണ് എത്തുന്നതെങ്കിൽ അതൊക്കെ ഈശ്വര നിശ്ചയമാണെന്ന് കരുതിയാൽ മതി. ഇങ്ങനെയുള്ള ഭക്തൻ എങ്ങനെ ഭഗവാനെ പ്രിയപ്പെട്ടവൻ ആകാതിരിക്കും? 15-ാമത്തെ ശ്ലോകം. യസ്മാന്നോദ്വിജതേ ലോകോ ലോകാന്നോദ്വിജതേ ച യഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യഃ സ ച മേ പ്രിയഃ. ഒന്ന് പിരിച്ചു പറയുന്നുണ്ട്. യസ്മാത് ന ഉദ്വിജതേ യസ്മാന്നോദ്വിജതേ ലോകഃ ലോകാത് ന ഉദ്വിജതേ ലോകാന്നോദ്വിജതേ ച യഃ ഹർഷം അമർഷം ഭയം ഉദ്വേഗം മുക്തഃ യഃ സ ച മേ പ്രിയഃ. യസ്മാത് ലോകഃ ആരിൽ നിന്ന് ലോകം ന ഉദ്വിജതേ ക്ഷോഭിക്കുന്നില്ലയോ യഃ ലോകാത് ആര് ലോകത്തിൽ നിന്ന് ന ഉദ്വിജതേ ച ക്ഷോഭിക്കുന്നുമില്ലയോ ഹർഷാമർഷഭയോദ്വേഗൈഹി സന്തോഷം വെറുപ്പ് അല്ലെങ്കിൽ അസൂയ ഭയം ഉത്കണ്ഠ അതായത് വ്യാകുലത ആശങ്ക എന്നൊക്കെ അർത്ഥം പറയാം. ഇവയിൽ നിന്ന് യഹ മുക്തഃ ച ആരാണ് മുക്തനാകുന്നത് സഹ മേ പ്രിയഃ അവൻ എനിക്ക് പ്രിയനാകുന്നു. യാതൊരാൾ നിമിത്തം ജീവജാലങ്ങൾ അല്പവും വ്യാകുലപ്പെടാൻ ഇടവരുന്നില്ലയോ യാതൊരുവൻ ജീവജാലങ്ങളിൽ നിന്നൊന്നും വ്യാകുലനായി തീരുന്നില്ലയോ യാതൊരുവൻ സന്തോഷം വെറുപ്പ് ഭയം വ്യാകുലത ഇവയിൽ നിന്നും സദാ വിട്ടുനിൽക്കുന്നുവോ അങ്ങനെയുള്ള ഭക്തനും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ആരിൽ നിന്നാണ് ലോകം ക്ഷോഭിക്കാത്തത്? യസ്മാന്നോദ്വിജതേ ലോകഃ തനിക്ക് ചുറ്റുമുള്ള ലോകത്തിന് ഒരസ്വാസ്ഥ്യവും ഉണ്ടാക്കാത്തവനാണ് സിദ്ധപുരുഷൻ. സൂര്യനുള്ളിടത്ത് ഇരുട്ടുണ്ടാവാൻ തരമില്ല. അതുപോലെ ആത്മാനുഭൂതി നേടിയ ഒരു മഹാത്മാവ് നിവസിക്കുന്നിടത്ത് സഹജമായ ദിവ്യതയാൽ അവാച്യമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു അന്തരീക്ഷം സംജാതമാകുന്നു. അത്യന്തം അസ്വസ്ഥ ചിത്തർ കൂടി ഇത്തരം മഹാത്മാക്കളുടെ സന്നിധിയിൽ അസ്വാസ്ഥ്യങ്ങൾ നീങ്ങി ശാന്തി നുകരുന്നു. വാസ്തവത്തിൽ ആ പ്രഭാപൂരത്തിൽ മുങ്ങിക്കുളിക്കാനും അലൗകിക ശാന്തി അനുഭവിക്കാനുമായി ജനങ്ങൾ തിക്കിത്തിരക്കുന്നു. ലോകാന്നോദ്വിജതേ ച യഃ എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ് ഈ ലോകത്തിൽ ക്ഷോഭിക്കാത്തത്? മഹാത്മാക്കൾ തങ്ങൾക്ക് ചുറ്റും ശാന്തിയും സമാധാനവും പ്രസരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ലോകം എത്ര തന്നെ കുഴപ്പങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞതാണെങ്കിലും അതൊന്നും അവരിൽ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുകയുമില്ല. വിഷയവസ്തുക്കൾ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നവയാണ്. അവയുടെ ഭ്രാന്തമായ സംഹാരതാണ്ഡവത്തിനൊന്നും മഹാത്മാക്കളുടെ ആന്തരശാന്തിയെ ചഞ്ചലമാക്കാൻ ആവില്ല. ഉറപ്പേറിയ അസ്ഥിവാരത്തിന്മേലാണ് അവരുടെ ജീവിതം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഹർഷാമർഷഭയോദ്വേഗൈഹി മുക്തഃ എന്ന് പറഞ്ഞിരിക്കുന്നു. സന്തോഷം അസൂയ ഭയം ഉത്കണ്ഠ ഇവയിൽ നിന്ന് ആരാണ് മുക്തൻ? അങ്ങനെയുള്ളവർ അതായത് ഹർഷം അമർഷം ഭയം ഉദ്വേഗം ഇവകളിൽ നിന്ന് അയാൾ മുക്തനാകുന്നു. മുക്തപുരുഷൻ എപ്പോഴും ഇവയിൽ നിന്നെല്ലാം മുക്തൻ തന്നെയാണ്. ആശിച്ച വസ്തു കിട്ടുമ്പോൾ ഹർഷം അതായത് സന്തോഷം, കിട്ടാഞ്ഞാൽ കിട്ടിയവരോട് അമർഷം അസൂയ, കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കിട്ടാൻ ദുരാഗ്രഹം, കിട്ടിയത് നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയം, നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുമോ എന്ന ഉദ്വേഗം അല്ലെങ്കിൽ ആശങ്ക. ഇതൊന്നും വിഷയവസ്തുക്കളെ ആഗ്രഹിക്കാത്തവർക്ക് ഇല്ല. ഇപ്രകാരം പരിതസ്ഥിതികൾക്ക് അതീതനാകാതെ അവയ്ക്കധീശനായി സാധാരണ മനുഷ്യരുടെ ദൗർബല്യങ്ങൾക്ക് അതീതനായി സർവദാ സമാധാനത്തിൽ വർത്തിക്കുന്ന ഭക്തൻ ആരാണോ അവൻ എനിക്ക് പ്രിയനാകുന്നു. സമേ പ്രിയഃ. 16-ാമത്തെ ശ്ലോകം. അനപേക്ഷഃ ശുചിർദക്ഷഃ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി
യോ മദ്ഭക്തഃ സമേ പ്രിയഃ. അനപേക്ഷഃ ഒന്നിൻ്റെയും ആവശ്യമില്ലാത്തവനും, ശുചിഹി ഒരു കളങ്കവുമില്ലാത്തവനും, അതായത് അകവും പുറവും ശുദ്ധിയുള്ളവൻ, ദക്ഷഃ സത്യനിഷ്ഠമായി എന്തും തീരുമാനിക്കാൻ കഴിവുള്ളവൻ, സമർത്ഥൻ കർമ്മകുശലൻ എന്നൊക്കെ അർത്ഥം പറയാം. ഉദാസീനഃ ഒന്നിലും പ്രത്യേക താല്പര്യമില്ലാത്തവനും, ഗതവ്യതഃ മനക്ലേശം സ്പർശിക്കാത്തവനും, വ്യാകുലത ഒട്ടുമില്ലാത്തവനും, സർവാരംഭ പരിത്യാഗി എല്ലാ ഉദ്യമങ്ങളും വിട്ടവനുമായ മദ്ഭക്തഃ യഃ എൻ്റെ ഭക്തൻ ആരാണോ, സഹ മേ പ്രിയഃ അവൻ എനിക്ക് പ്രിയവനാകുന്നു, പ്രിയപ്പെട്ടവനാകുന്നു. ആരോടും ഒന്നും ചോദിക്കാത്തവനും, ഉള്ളിൽ കളങ്കമില്ലാത്തവനും, എന്തും സത്യനിഷ്ഠമായി തീരുമാനിക്കാൻ കഴിവുള്ളവനും, ആരിലും പ്രത്യേക താല്പര്യമില്ലാത്തവനും, മനക്ലേശമില്ലാത്തവനും, എല്ലാ കർമ്മങ്ങളിലും കർത്തവ്യഭാവം വെടിഞ്ഞവനും, സർവത്ര എന്നെ മാത്രം ഭജിക്കുന്നവനുമായി ആരുണ്ടോ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. അനപേക്ഷഃ എന്ന് പറഞ്ഞല്ലോ. ഒരു യഥാർത്ഥ ഭക്തൻ ബാഹ്യവസ്തുക്കളെയോ അവയുടെ സംവിധാനത്തെയോ അവയ്ക്ക് തന്നോടുള്ള ബന്ധത്തെയോ ഒന്നും ആശ്രയിക്കുന്നില്ല. സാധാരണ ജനങ്ങൾ സമാധാനവും സംതൃപ്തിയും കണ്ടെത്തുന്നത് ബാഹ്യപദാർത്ഥങ്ങളുടെ ലഭ്യതയിലും അവസ്ഥകളിലും സംവിധാനത്തിലുമാണ്. വേണ്ടതരം വസ്തുക്കൾ വേണ്ട രീതിയിൽ വേണ്ട പോലെ കിട്ടുമ്പോൾ സാധാരണ ആളുകൾക്ക് സംതൃപ്തിയായി. എന്നാൽ ഒരു യഥാർത്ഥ ഭക്തൻ ബാഹ്യലോകത്തിൽ നിന്ന് സ്വതന്ത്രനാണ്. അയാൾ ആവേശവും ആനന്ദലഹരിയും കണ്ടെത്തുന്നത് തൻ്റെ ഉള്ളിൽ തന്നെയാണ്. ശുചിഹി എന്ന് പറഞ്ഞല്ലോ, അതായത് നിഷ്കളങ്കഭാവം, ഒരു കളങ്കവുമില്ലാത്തവനെയാണ്. അകത്തും പുറത്തും ശുദ്ധി വേണം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു യഥാർത്ഥ ഭക്തന്റെ അകത്തോ പുറത്തോ മാലിന്യത്തിന് സ്ഥാനമില്ല. പൂർണ്ണത പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ശാരീരിക ശുചിത്വം അവശ്യം പാലിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുമായുള്ള ഇടപെടലിൽ മാത്രമല്ല, സ്വന്തം സാധന സാമഗ്രികളുടെ സൂക്ഷിപ്പിലും ഈ ശുചിത്വബോധം കൂടിയേ തീരൂ. വ്യക്തിപരമായി മാത്രമല്ല, മറ്റുള്ളവരുമായി ഇടപെടുന്നതിലും ശാരീരിക ശുചിത്വത്തിന് ഭാരതത്തിൽ അതീവ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ബാഹ്യശുദ്ധിയില്ലാതെ ആന്തരശുദ്ധി ഉണ്ടാവില്ല. ദക്ഷഃ എന്ന് പറഞ്ഞു, എന്തും സത്യനിഷ്ഠമായി തീരുമാനിക്കാൻ കഴിവുള്ള ഒരു സമർത്ഥൻ അല്ലെങ്കിൽ കർമ്മകുശലൻ, ഇതാണ് ദക്ഷഃ. സമാഹിത ചിത്തന്റെ സഹജ സ്വഭാവമാണ് ദക്ഷത. സദാ ജാഗരൂകനായിരിക്കൽ. ഏത് രംഗത്തും വിജയത്തിന്റെ താക്കോലാണ് ജാഗ്രത. ഊർജ്ജസ്വലനായ ഒരുവൻ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും തെന്നിമാറുകയില്ല. മനസ്സാന്നിധ്യവും ചുറുചുറുക്കും അയാളുടെ കൈമുതലാണ്. മനസ്സിൽ വിക്ഷേപങ്ങളില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഉടൻ അത് ചെയ്യാൻ അയാൾ തയ്യാറാണ്. നമ്മുടെ ഇടയിൽ ഏത് കർമ്മരംഗത്തുമുള്ള ആലസ്യവും അശ്രദ്ധയും അശുചിയും നോക്കിയാൽ അറിയാം. ഹിന്ദുമതം അതിൻ്റെ ചിരപുരാതന മഹത്വത്തിൽ നിന്ന് എത്രമാത്രം അകന്നുപോയിരിക്കുന്നുവെന്ന് നോക്കിയാൽ അറിയാവുന്നതേയുള്ളൂ. ഉദാസീനഃ എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരുടെ ചതിയും സമൂഹത്തിൻ്റെ അപമതിയും സമുദായത്തിൻ്റെ ദ്രോഹവും കാരണം അടങ്ങാത്ത ദുഃഖം അനുഭവിക്കുന്ന ഭക്തന്മാരെ ധാരാളം കാണാം. തങ്ങളുടെ മേൽ ചെയ്യപ്പെടുന്ന കയ്യേറ്റങ്ങളിൽ ഉദാസീനരായിരിക്കുകയാണ് തങ്ങളെന്ന് ഈ മൂഢഭക്തന്മാർ കരുതുന്നുവെങ്കിൽ അവരുടെ ഈശ്വരഭക്തി കൊണ്ട് ലാഭത്തേക്കാൾ ദുഃഖമാണ് ഉണ്ടാവുക. തെറ്റിദ്ധരിക്കപ്പെട്ട തത്വശാസ്ത്രം സമുദായത്തെ വിനാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഗതവ്യതഃ എന്ന് പറഞ്ഞു, പ്രബലമായ ഏതെങ്കിലും ആഗ്രഹം നമ്മെ കീഴ്പ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഉൾക്കിടലമുണ്ടാകുന്നത്. ആഗ്രഹം സാധിച്ചില്ലെങ്കിലോ എന്ന ഭയം അതോടെ നമ്മെ പിടികൂടുന്നു. ഒരു യഥാർത്ഥ സാധകൻ ഇത്തരം വ്യാകുലതകൾക്കും വിക്ഷേപങ്ങൾക്കും ഉള്ളിൽ ഇടം കൊടുക്കുകയില്ല. സർവാരംഭ പരിത്യാഗി. ആരംഭമെന്നാൽ തുടക്കം. തുടക്കമെല്ലാം നിർത്തുക എന്നതിന് ഒന്നും ചെയ്യാതിരിക്കുക എന്ന അക്ഷരാർത്ഥത്തിലുള്ള തെറ്റായ വ്യാഖ്യാനം ഭൂരിപക്ഷം ഹിന്ദുക്കളെയും ഒന്നിനും കൊള്ളാത്ത മടിയന്മാരാക്കുകയും ഹിന്ദുമതം അലസതയെ ദിവ്യാദർശമായി പ്രകീർത്തിക്കുന്നുവെന്ന അപവാദം വരുത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആന്തരാർത്ഥം അവഗണിക്കപ്പെട്ടു, അഥവാ ആരും അത് കാണാതെ പോയി.
ഏത് കർമ്മത്തിൻ്റെയും തുടക്കം കാണണമെങ്കിൽ തത്കർത്താവിന് ഇത് ഞാൻ തുടങ്ങി എന്ന അഹങ്കാരം ഉണ്ടാവണം. ഞാൻ ഇന്നത് ചെയ്യുന്നു, ഇതിൻ്റെ ലക്ഷ്യം ഇന്നതാണ്, ഇതുകൊണ്ട് എൻ്റെ ആഗ്രഹം നിറവേറ്റും, എനിക്കിന്ന ലാഭമുണ്ടാകും എന്നെല്ലാമുള്ള ശക്തമായ വികാരങ്ങൾ അതിന് പിന്നിലുണ്ടാവണം. ആത്മശ്രേയസ്സിന് ശ്രമിക്കുന്ന സാധകനാകട്ടെ ഞാൻ ചെയ്യുന്നു എന്ന് അഹങ്കരിക്കാതെ വേണം ഏത് കർമ്മവും ചെയ്യുക. ഈ പറഞ്ഞ 6 ഗുണങ്ങളും തികഞ്ഞ ഭക്തൻ സ മേ പ്രിയ എന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഭഗവാന് പ്രിയപ്പെട്ടവനാകുന്നു എന്നാണ്. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമേ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിതമനോ ബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ യസ്മാന്നോദ്വിജതേ ലോകോ ലോകാന്നോദ്വിജതേ ഛയഃ ഹർഷാമർഷഭയോദ്വേഗൈർമുക്തോ യാസ ച മേ പ്രിയ അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയ.